അമ്മു സജീവ് എന്ന വിദ്യാർത്ഥിനിയുടെ മരണത്തെ സംബന്ധിച്ചുള്ള വാർത്തകളിലേക്കാണ്. ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള 3 സഹപാഠികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. പത്തനാപുരം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശിനി അഷിത, അയർക്കുന്നം സ്വദേശിനി അഞ്ജന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അമ്മുവിന്റെ സഹോദരൻ അഖിൽ സജീവൻ നമ്മുടെ പ്രതിനിധി ഡാൻ കുര്യനൊപ്പം ചേരുന്നുണ്ട്. അമ്മുവിന്റെ വീട്ടിൽ ഡാൻ, ഈ കുടുംബം ആദ്യം തന്നെ ഉന്നയിക്കുന്ന ചില സംശയങ്ങളുണ്ടല്ലോ, ആ സംശയങ്ങൾ ഇപ്പോഴും ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ചികിത്സ സംബന്ധിച്ചുള്ള സംശയമുണ്ട്, ഒപ്പം അമ്മു ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള അവരുടെ വിശ്വാസമുണ്ട്. എന്താണ് കുടുംബം പറയുന്നത്, ഡാൻ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഐരൂപ്പാറയ്ക്ക് സമീപം ചാരുമൂടുള്ള അമ്മു സജീവിൻ്റെ വീട്ടിലാണ്, വീടിൻ്റെ മുമ്പിലാണ്. അതായത് 7 ദിവസം ആകാൻ പോവുകയാണ് ഈ മരണം സംഭവിച്ചിട്ട്. നമുക്കറിയാം, ഈ കുടുംബം വേദനയിൽ നിന്ന് ഇപ്പോഴും മുക്തരായിട്ടില്ല. അവർ ആദ്യം മുതൽ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട്, അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ അത് ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. എന്തായാലും 3 പേരെയാണ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ നടപടികളുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൻ്റെ പ്രതികരണം അത് ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അമ്മു സജീവിൻ്റെ അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നു. ഈ കുടുംബം ഈ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഒരുപാട് ആരോപണങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 3 പേരെ കസ്റ്റഡിയിലെടുത്തു, ഇന്ന് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? പോലീസുകാർ നല്ല രീതിയിലാണ് അന്വേഷണം കൊണ്ടുപോകുന്നത്. അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് DSP സാറായാലും CI സാറായാലും എല്ലാം അവർ വളരെ കാര്യമായിട്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കതിൽ തൃപ്തിയുണ്ട്. തൃപ്തി എന്നല്ല, ഞങ്ങൾക്കത് ആത്മാർത്ഥമായിട്ട് ബോധ്യപ്പെട്ടാണ്. അദ്ദേഹം ഇന്നലെ വിളിച്ചിരുന്നു, കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ചെയ്തു. പിന്നെ ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയും പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു അനാസ്ഥയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് കാലിലൊരു ചെറിയ പൊട്ടൽ മാത്രം എന്നാണ്. കാലിൽ പൊട്ടൽ ഉണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ പറഞ്ഞത്. ചെറിയൊരു പൊട്ടലാണെന്ന്. പൊട്ടലാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യാമല്ലോ. പിന്നെ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ട് ഇഞ്ചേർഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ അവിടെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഹോസ്പിറ്റലുണ്ട്, ചെത്തിപ്പുഴ ഹോസ്പിറ്റലുണ്ട്, മുത്തൂറ്റുണ്ട്, അത് ഓൺ ദ വേയിൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കുട്ടിയെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലല്ല അവളെ കൊണ്ടുവന്നത്. അല്ല, അതിൻ്റെ അകത്ത് ഈ നേരത്തെ മുതൽ തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ 3 കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നേരെ മുതൽ തന്നെ അങ്ങനെ ഒരു മാനസികമായ പീഡനം ഏൽക്കുന്നതായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ പ്രിൻസിപ്പളിന് 2 പരാതി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പരാതി 25/10 കൊടുത്തത്. അന്നേരം അതിന് ശേഷം ഈ പ്രിൻസിപ്പൾ ഇവരെ വിളിപ്പിച്ച് മെമ്മോ കൊടുത്തു. അമ്മുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ, എന്താ സംഭവിച്ചതെന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ എഴുതി വാങ്ങിച്ചു. അന്നേരം ഈ കുട്ടികൾ ആ എക്സ്പ്ലനേഷനകത്തും മെമ്മോയുടെ റിപ്ലൈക്കകത്തും പറഞ്ഞതും നേരിട്ട് പറഞ്ഞതും, സാർ ഞങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസാണ്, ഞങ്ങളുടെ ഭാവി ഇല്ലാതാവും, ഞങ്ങളിനി ഒരു കാരണവശാലും അമ്മുവിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയോ അമ്മുവിനെ ഉപദ്രവിക്കുകയോ ചെയ്തത് തെറ്റായിപ്പോയി, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഇനി ചെയ്യത്തില്ല എന്ന് ഉറപ്പ് പ്രിൻസിപ്പളിന് കൊടുത്തു, അമ്മുവിനും കൊടുത്തു. അന്നേരം അമ്മു പറഞ്ഞു, നിങ്ങൾ കൈയൊന്നും എനിക്ക് തരണ്ട, നിങ്ങളുമായിട്ട് എനിക്കിനി യാതൊരു രീതിയിലുള്ള ഇതും വേണ്ട, എന്നെ എൻ്റെ വഴിക്ക് വെറുതെ വിട്ടാൽ മതി, ഞാൻ പഠിച്ച് എങ്ങനെയെങ്കിലും 10-15 ദിവസമേ ഉള്ളൂ, ഞാനത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയിക്കോളാം, അതിനനുവദിച്ചാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത്. അത് പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു. ഇത്രയും ഒരു വ്യക്തിപരമായ ഒരു വൈരാഗ്യം അമ്മുവിനോട് ഇവർക്ക് വരാനുള്ള കാരണം അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നുണ്ട്? നേരത്തെ ഇവർ ഈ ഗൈനക് പോസ്റ്റിങ്ങിന് ആലപ്പുഴ പോയപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അമ്മു ആണെങ്കിൽ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യും, അവൻ്റെ ചേട്ടനോട് എന്നോടും പറയാറുണ്ട്. അങ്ങനെ ഒന്നും ഒളിച്ചു വെക്കത്തില്ല അവളെ. അന്നേരം അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്റ്റലിലായിരുന്നു ഈ കുട്ടികളെ 50 കുട്ടികളെയും താമസിപ്പിച്ചിരുന്നത്.
അന്നേരം 25 ഉള്ള ഗ്രൂപ്പായിട്ടാണ് ഇട്ടത്. അന്നേരം അതിനകത്തൊരു അസിസ്റ്റൻ്റ് വാർഡൻ ഒരു വലിയ പ്രായമൊന്നുമില്ലാത്തൊരു സ്ത്രീയാണ്. അന്നേരം അവർ ഈ കുട്ടികളെ സെക്കൻഡ് ഷോയ്ക്ക് കമ്പൽ ചെയ്ത് കൊണ്ടുപോയി. അന്നേരം അമ്മു എൻ്റെ അടുക്ക വിളിച്ച് ചോദിച്ചു, ഈ അച്ഛാ ഇങ്ങനെ അവരെല്ലാം നിർബന്ധിക്കുന്നു, ഈ പോകണോ ഞാൻ പറഞ്ഞു മക്കളെ ആലപ്പുഴയല്ലേ, രാത്രിയിലൊന്നും അങ്ങനൊന്നും പോകണ്ട, ആ ബീച്ച് സൈഡിലാണോ താമസിച്ചുകൊണ്ടിരുന്നത്, ഒരിക്കലും അങ്ങനെ പുറത്ത് പോവില്ലേ എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്ത്, നീ ഇങ്ങനാണെങ്കിൽ രാവിലെ നീ ക്ലാസ് കോർഡിനേറ്ററോട് ക്ലാസ് ടീച്ചറിനോട് ഇത് വരുമ്പോൾ പറയുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ക്ലാസ് ടീച്ചറിനോട് ഇത് പറഞ്ഞ് ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പളിനെടുക്കാൻ പറഞ്ഞ് പ്രിൻസിപ്പൾ ഈ കുട്ടികളെ എല്ലാം തിരിച്ചു വിളിപ്പിച്ച് വാൺ ചെയ്ത് ചെയ്തതാണ്. അന്ന് തുടങ്ങിയൊരു ഈ പോയത് അമ്മു പറഞ്ഞതിനെ തുടർന്നുണ്ടായ ഒരു ഈ സെക്കൻഡ് ഷോയ്ക്ക് പോയ കാര്യം ക്ലാസ് ടീച്ചറിനെ അമ്മു അറിയിച്ചതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ്. പിന്നെ അതാണ് തുടക്കം. പിന്നെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഈ ഏറ്റവും ഒടുവിൽ ഈ മെമ്മോയുടെ കാര്യം പറഞ്ഞു. അതിനുശേഷം ഇനി ഒരു പ്രശ്നങ്ങളും അമ്മുവിനോട് ഉണ്ടാകത്തില്ല എന്ന് അവർ ഉറപ്പ് കൊടുക്കുന്നു. പിന്നീട് പെട്ടെന്ന് ഈ കാര്യങ്ങൾ അന്ന് വൈകിട്ട് തന്നെ ഇവക്ക് ഈ മൈഗ്രെയിനും അലർജിയൊക്കെ ഉള്ള കുട്ടിയാണ്. ഇവക്ക് മുട്ടയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അന്നേരം ഇവൾ ഈ മൈഗ്രെയിൻ്റെ മരുന്നും കഴിച്ച്, ഇവൾ ഒറ്റയ്ക്ക് റൂമിലായിരുന്നു അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഈ മൈഗ്രെയിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ അഞ്ജന എന്ന് പറയുന്ന കുട്ടി അവിടുത്തെ ഹോസ്റ്റലിലെ പഴയ ലീഡറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവളുടെ റൂം തല്ലി തുറന്ന് കയറി ഇവളെ പിടിച്ചൊലയ്ക്കുക, എന്തൊക്കെയോ ചെയ്തു ഇവളെ. എന്നിട്ട് നീ ആരെ എന്തോ രാജ്ഞിയാണോ, ആ ടോണിൽ എന്തൊക്കെയോ സംസാരിച്ചു. നീ ഫുഡ് എല്ലാവരും കഴിക്കാൻ പറ്റുന്നത്, നിനക്ക് മാത്രം എന്താണ്, നീ വന്ന് ഒപ്പിട്ടാൽ എന്താണ് എന്ന് പറഞ്ഞ് ഒരുപാട് ഹരാസ് ചെയ്തു. അന്ന് രാത്രി തന്നെ, പ്രിൻസിപ്പൾ പറഞ്ഞ രാത്രി തന്നെ. അന്നേരം അത് ഇവള് കരഞ്ഞുകൊണ്ട്, അച്ഛാ എന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല അച്ഛാ, അച്ഛൻ അറിയാമല്ലോ എനിക്ക് മരുന്നും കഴിച്ചുകൊണ്ട് മൈഗ്രെയിനിലൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു സെഡേഷൻ വരുമല്ലോ. അന്നേരം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെ വൈഫിനെ കൊണ്ട് ക്ലാസ് ടീച്ചറിനെ വിളിപ്പിച്ചു. ടീച്ചറെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അന്നേരം ടീച്ചർ ഇവരെ വിളിച്ച്, നീ അങ്ങനൊന്നും ഉണ്ടാകത്തില്ല, അമ്മുവിനെ ഞാൻ നോക്കിക്കോളാമെന്ന് അവർ പറഞ്ഞു. അതിനുശേഷമാണ് ഈ ടൂറിൻ്റെ പ്രശ്നം. ഈ ടൂറിൻ്റെ കോർഡിനേറ്റർ ഒരു ബസ്സിനകത്ത് വെച്ചാണ് ടീച്ചർ ഈ കോർഡിനേറ്റർ ആക്കുന്നതെന്ന് പറഞ്ഞത്. അന്നേരം അമ്മു നേരത്തെ തീരുമാനിച്ചാണ് ടൂറിന് പോകുന്നില്ലാണ്. അവൻ്റെ ബ്രദറിൻ്റെ അവിടെ ചെന്നൈക്ക് പോകാനായിട്ട് അവൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വെച്ചേക്കുമായിരുന്നു. 28-ാം തീയതി തിരിച്ചു വരാനായിട്ട്. 24-ാം തീയതി പോയിട്ട് 28-ാം തീയതി തിരിച്ചു വരാനായിട്ട് എടുത്തേക്കുമായിരുന്നു. അങ്ങനെ ടീച്ചറിനോട് ഈ വന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞു, ടീച്ചറിനെ പോയി പറഞ്ഞു, ഇതുപോലെ ടീച്ചറെ ഞാൻ ടൂറിന് വരുന്നില്ല, ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഇവിടെ പോവുകയാണ്, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോരൊന്നും ഈ അലീനയും അഞ്ജനയും അക്ഷിതയൊന്നും അറിയുന്നില്ല. അങ്ങനെ അമ്മു ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഈ സാന്ദ്ര അന്ന ജിബു എന്നും പറഞ്ഞൊരു കുട്ടിയുണ്ട്. അതും ശരിക്കും അറിഞ്ഞുകൊണ്ടല്ല കുട്ടി ഇവളെ വിളിച്ചത്. അന്നേരം ഇതാണ്ട് അമ്മു അവർ വിളിക്കുന്നെന്ന് പറഞ്ഞു. അന്നേരം ഇവളെ പേടിച്ചാണ് ചെന്നത് വാഷ്റൂമിൻ്റെ അവിടെ ഇട്ട് അവരുടെ ഉപദ്രവിച്ചു. അവൾ ഓടി. അന്നേരം ഈ ആശയാണ് കയറി പിടിച്ചത് ഈ മറ്റുള്ള അടിക്കാനായിട്ട്. അന്നേരം ഓടി ചെന്ന് ക്ലാസ് ടീച്ചറുടെ റൂമിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് വീണ്ടും മുളപിടിയിലെന്നും പറഞ്ഞിട്ട് ഇവളങ്ങ് വളരെ പാനിക്കായിരുന്നു. കാരണം ഒരു 10-21 വയസ്സുള്ളൊരു കുട്ടിയല്ലേ. അന്നേരം ഇത് 3 പേരും കൂടി ഇങ്ങനെ നിരന്തരം അവളെ വേട്ടയാടുന്നുള്ളൊരു പദം വേണമെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അന്നേരത്തേക്ക് ഇവരെ ചെന്ന് വാൺ ചെയ്ത് ആ ഇഷ്യൂ അങ്ങനെ നിൽക്കുകയാണ്. അല്ല, ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പുള്ളിക്കാരത്തി ഈ നാട്ടിലേക്ക് ഇവിടേക്ക് ശനിയാഴ്ച വരാനിരിക്കുകയായിരുന്നു. ഇന്ന് പഠനം പൂർത്തിയാകേണ്ട ദിവസമാണ് അല്ലേ? ഇന്ന് എല്ലാം പൂർത്തിയാക്കി വീട്ടിലേക്ക് വരേണ്ടതാണ്. അപ്പം അതിനോട് അകമാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇവരുടെ ലോഗ് ബുക്ക്, ഈ അലീനയുടെ ഓരോ ദിവസം ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ്. അലീനയുടെ ലോഗ് ബുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിൽ രാവിലെ ലോഗ് ബുക്ക് കണ്ടില്ല എന്ന് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞ് എല്ലാവരുടെയും ഇതൊന്നും നോക്കണം, ആരുടെയെങ്കിലും ഇനിയിപ്പം മറന്നു വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരി. ആക്ച്വലി ഈ ലോഗ് ബുക്കൊന്നും പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യായിരുന്നു ഈ അലീനയും അഞ്ജനയും കൂടെ.
അത് ഈ അമ്മുവിനെ കൊടുക്കാനായിട്ട് ചെയ്തതാണ്. അന്നേരം ഞാൻ അമ്മുവിൻ്റെ അടുക്ക് ഈ വിഷയമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട്, മക്കളെ വാഷ്റൂമിൽ പോകാൻ പോയാലും ഈ ലോക്ക് ചെയ്തിട്ടേ പോകാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇവളുടെ അമ്മയും പറഞ്ഞിട്ടുണ്ട് ഫ്രൈഡേ അന്നേരം ഇവള് ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഇവർ രണ്ടും കൂടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഇവൾ റൂം തുറന്നപ്പോഴത്തേക്ക് ഇവളെ തള്ളി മാറ്റി റൂമിനകത്ത് കയറി ഇവളുടെ ബാഗും എല്ലാം വലിച്ചു വാരി നിലത്തിട്ട്. പക്ഷേ ലോഗ് ബുക്കൊന്നും കണ്ടില്ല. അത് വിളിച്ച് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഇനി എനിക്ക് വയ്യ. ഞാൻ അന്നേരം പ്രിൻസിപ്പളിനെ വിളിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞ് നമുക്ക് അവരുടെ പേരൻസിനെയും കൂടെ വിളിപ്പിച്ച് ഇനി ഇത് തുറന്നു പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. ഈ 4 വർഷം പൂർത്തിയാകാൻ നിൽക്കുന്ന സമയത്താണ് അവസാനം ഈ കുട്ടി ഇവളെന്തെടുത്ത് അതായത് ഈ പഠനം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്ന് ഈ അവസാന ഘട്ടത്തിൽ പറയേണ്ട ഒരു സാഹചര്യം അവിടെ നിന്ന് ഉണ്ടായി. ഇപ്പൊ നിലവിൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയം? കോളേജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം എന്ന് വെച്ചാൽ പ്രിൻസിപ്പള് ഇന്നലെ വന്ന് പറഞ്ഞ് ഞങ്ങൾ അമ്മുവിൻ്റെ കൂടെയാണ്, അമ്മുവിൻ്റെ കൂടെ ഏതറ്റം വരെ ഞങ്ങൾ പോകുമെന്നൊക്കെയാണ് പ്രിൻസിപ്പള് പറയുന്നത്. അത് നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? അവരുടെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പിന്നെ നിങ്ങളെപ്പോലുള്ള മീഡിയാസിനും ആണ് അരുണ്, പിന്നെ നമ്മൾ 24 അരുൺ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് ഇവിടെ വന്ന് ഇത് ഫോളോ അപ്പ് ചെയ്ത് വളരെ കാര്യമായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടി അതിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിയമ നടപടിയുമായി മുമ്പോട്ട് പോകേണ്ടത് തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇവരുടെ സഹപാഠികൾ ജൂനിയേഴ്സും കുറച്ച് കുട്ടികൾ വന്നിരുന്നു. ഇവരുടെ ക്ലാസ്മേറ്റ്സ് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ട് ബസ്സിൽ വന്നിട്ട് ഈ കോളേജുകാർ തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഫോൾസ് പ്ലേ നടത്തി നാട്ടുകാരോടൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് അവർ തടയും, പ്രശ്നമാവുമെന്നും പറഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുപോയി. പക്ഷേ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരെ വന്നാലും ഇവിടെ മരണവീട് അല്ലെങ്കിൽ പോലും ഇവിടെ പലരും വരാറുണ്ട്. ഞങ്ങൾ ശത്രുക്കളാണെങ്കിലും ഞങ്ങൾ ആരോടും, ഞാനൊരു വ്യാപാര വ്യവസായ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ വർക്കും ലയൺസ് ക്ലബ്ബും ഒക്കെ ഭാരവാഹിയാണ്. അല്ലെ, ഈ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഇവിടെ എത്തി നിങ്ങളെ സന്ദർശിച്ച് അദ്ദേഹം ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. അതിൽ തൃപ്തരാണ് ഞങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അമ്മു എന്ന വിദ്യാർത്ഥിനി, ഇത് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. ഈ അവസാന ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നവരാണോ ഇത്രമാത്രം ഈ മാനസികമായ പീഡനം ഏൽപ്പിക്കുക എന്ന് പറയുന്നത്? മാത്രമല്ല, അങ്ങനെയെങ്കിൽ ഈ വർഷങ്ങളിൽ ഉടനീളം അമ്മു ഇത്തരത്തിൽ ഒരു പരാതിപ്പെടാൻ ഔദ്യോഗികമായി ശ്രമിച്ചിട്ടില്ലേ? അത് വേണ്ട എന്ന് വെക്കുകയായിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് അമ്മു ഇവരോട് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കും. അതായത് താങ്കൾ തന്നെ സൂചിപ്പിച്ച് നേരത്തെ കഴിഞ്ഞ ഒക്ടോബർ 25-നാണ് സമാനമായ തരത്തിലൊരു പരാതി ആദ്യമായിട്ട് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലായിരുന്നെങ്കിൽ അതിന് നിയമപരമായിട്ട് മറ്റ് വഴികളിലേക്ക്, അല്ലെങ്കിൽ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്, നഴ്സിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കോളേജിനപ്പുറത്തേക്ക് ഈ പരാതി നൽകാൻ അമ്മു തയ്യാറാകാതിരുന്നത് എന്താണ്? അങ്ങനെ എന്തെങ്കിലും? ഈ 18-ാം തീയതി ഞങ്ങളെ വിളിപ്പിച്ചിരുന്നതാണ് പ്രിൻസിപ്പൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ നിയമപരമായിട്ട്, എൻ്റെ ബ്രദർ ഒരു വക്കീലാണ്, എൻ്റെ മകൻ വക്കീലാണ്, ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിരുന്നതാണ്. അതായത് ഈ കോളേജ് പ്രിൻസിപ്പളുമായി ഈ കഴിഞ്ഞ 18-ാം തീയതി നടത്തുന്ന ഒരു ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ അതിൻ്റെ വീണ്ടും ഉപദ്രവമാണെങ്കിൽ ഞങ്ങൾ പോലീസ് അധികാരികൾക്കും എല്ലാം പരാതി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ കുടുംബത്തിനൊപ്പം ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് ഈ 18-ാം തീയതി വരെ കാത്തിരുന്നതിന് ശേഷം ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല നിയമ വഴികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ നിയമവൃത്തങ്ങളുമായി ബന്ധമുള്ള വ്യക്തികളൊക്കെ ഉണ്ട്. സഹോദരനടക്കം, അമ്മുവിൻ്റെ സഹോദരനടക്കം അത്തരത്തിൽ നിയമ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. ശാരീരികമായ ചില അസ്വസ്ഥതകൾ മൂലം അകത്ത് വിശ്രമിക്കുകയാണ്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികളിൽ പൂർണ്ണ തൃപ്തരാണ് ഈ കുടുംബമെന്ന് പറയുന്നു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായി ആയിരിക്കുന്ന പ്രാഥമികമായ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, അതിനെയും പ്രതീക്ഷയോടെ തന്നെ ഈ കുടുംബം നോക്കിക്കാണുകയാണ്. എന്തായാലും ഏത് തരത്തിലായിരിക്കാം ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്നുള്ള നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ കുടുംബം ഈ കാര്യത്തിൽ ഇനി എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുക.
ഡാൻ ഒരു നിമിഷം അവിടെ തുടരുക. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശി, ഈ 3 പേരാണല്ലോ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. പോലീസ് കരുതുന്നത് എന്താണ്? കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? കാരണം കുടുംബം ഉന്നയിക്കുന്നത് 3 പേരിലേക്ക് മാത്രമല്ല, കൂടുതൽ പേർ അതിൽ അമ്മുവിനെ മാനസികമായി വലിയ തോതിൽ ഉപദ്രവിച്ചിരുന്നു, ശാരീരികമായി പോലും. അപ്പോൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണം ഇനിയും വ്യാപിക്കുമോ? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? എൽദോ, അമ്മു സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് 3 പെൺകുട്ടികളാണ്, കുടുംബം ആരോപിക്കുന്ന 3 പെൺകുട്ടികളാണ് ഇന്നലെ കസ്റ്റഡിയെടുത്ത് അവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും പത്തനാപുരം സ്വദേശി അരീന, ചങ്ങനാശ്ശേരി സ്വദേശി അഷിത, അയർക്കുന്നം സ്വദേശി അഞ്ജന എന്നിവരെയാണ് പത്തനംതിട്ട പോലീസ് DSPയുടെ നേതൃത്വത്തിൽ ഇന്നലെ കസ്റ്റഡിയെടുക്കുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പോലീസ് ഈ 3 പേര് ആണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്ന പോലെ 3 പേരിൽ മാത്രം ഒതുങ്ങാതെ മറ്റാർക്കെങ്കിലും ഈ അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ, അവരെ ഏതെങ്കിലും തരത്തിൽ മാനസികമായി അമ്മുവിനെ പീഡിപ്പിക്കുകയോ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, ഒപ്പം കുടുംബം കൊടുക്കുന്ന പരാതി അനുസരിച്ച് ഈ അമ്മുവിന്റെ മരണത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണങ്ങൾ, അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ കോളേജ് അധികൃതരും ഒപ്പം ഹോസ്റ്റൽ അധികൃതരും ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് DSP അടക്കമുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അതിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പേര് ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേര് അമ്മുവിനെ ബുദ്ധിമുട്ടിക്കുകയും ഈ പീഡിപ്പിക്കുകയും അങ്ങനെ ചെയ്ത് മാനസികമായി സമ്മർദ്ദരാക്കുകയും ചെയ്യുന്നൊക്കെ ഉണ്ടോ ഇല്ലെന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും അമ്മുവിന്റെ മരണത്തിന് ഒരു യഥാർത്ഥ കാരണത്തിലേക്ക് ഒരു നിഗമനത്തിൽ പോലീസ് എത്തുകയുള്ളൂ. എന്തായാലും പോലീസ് വിശദമായി അന്വേഷിച്ചിട്ടുണ്ട്. ഇന്ന് ഈ 3 കുട്ടികളെയും പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും. 11 മണിയോട് ഹാജരാക്കുമെന്നാണ് നമുക്ക് പോലീസിന് അറിയുന്ന വിവരം. ഈ 3 പേരാണ് കുടുംബത്തിന്റെ ആരോപണ വിധേയരായ തുടക്കം മുതൽ അമ്മു സജീവന്റെ പിതാവും ഒപ്പം സഹോദരൻ അടക്കമുള്ള ആളുകൾ ആദ്യഘട്ടം തന്നെ ഈ കുട്ടികൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. പ്രിൻസിപ്പൽ പരാതി നൽകിയിരുന്നു. അത് പരിഹരിച്ചു എന്നാണ് പ്രിൻസിപ്പൽ നമ്മൾ അന്ന് ഈ മരണം ഉണ്ടായ ദിവസം നമ്മൾ കോളേജുമായി അധികൃതമായി ബന്ധപ്പെടുമ്പോൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കിയത്. ഈ 3 പെൺകുട്ടികൾക്കും മെമ്മോ നൽകിയിട്ടുണ്ട്, പ്രശ്നം പരിഹരിച്ചു എന്നാണ് പ്രിൻസിപ്പൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ അതിൽ അപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് കോളേജ് അധികൃതർ പോയില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് ഈ അവസാന വർഷ BSc നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിയാണ്. ചുരുങ്ങിയ നാളുകൾ മാത്രമുള്ളൂ ഈ കോഴ്സ് അവസാനിക്കാൻ. ആ സാഹചര്യത്തിൽ ഇത്തരം ഒരു ഗൗരവമായ ഒരു പ്രശ്നത്തെ ആ രീതിയിൽ കോളേജ് അധികൃതരും ഹോസ്റ്റലിൽ ഉള്ളവരും കണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാനസികമായ ഒരു പീഡനം ഈ കുട്ടി അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അമ്മു സജീവന് അതിൻ്റെതായ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായി. അതെല്ലാം അപ്പോൾ തന്നെ വീട്ടുകാരെ വിളിച്ചറിയിക്കുകയും ചെയ്തു. എന്തായാലും അമ്മു സജീവന്റെ ഫോൺ സന്ദേശങ്ങൾ അതെല്ലാം സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അമ്മു എങ്ങനെയാണ് മരിക്കാനുണ്ടായ കാരണത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുക. എന്തായാലും ആദ്യഘട്ടത്തിൽ ആരോപണ വിധേയരായ 3 പെൺകുട്ടികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, ശശി നാരായണൻ പത്തനംതിട്ടയിൽ വിവരങ്ങൾ നൽകിയത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട് അമ്മുവിന്റെ വീട്ടിൽ നിന്ന്. ഡാൻ, ഈ അമ്മുവിന്റെ മരണം, അതിൽ ഏറ്റവും പ്രധാനം കുടുംബം പറഞ്ഞ ഒരു കാര്യം, അതായത് അമ്മുവിന് ഉയരങ്ങളിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഒരു ടെറസിന് മുകളിൽ അമ്മു കയറില്ല, അപ്പോൾ അമ്മുവിൻ്റേത് അത്തരത്തിലൊരു ആത്മഹത്യ എന്ന് കരുതാൻ കഴിയില്ല എന്നുള്ള ആരോപണം അവർ ആദ്യം തന്നെ ഉന്നയിച്ചിരുന്നു സഹോദരനാക്കി. മാത്രമല്ല ഹോസ്റ്റലിൽ നിന്ന് ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ താമസമുണ്ടായി എന്നും, ആദ്യം വാർഡൻ അമ്മ സുധയെ വിളിക്കുമ്പോൾ കാലൊന്നൊടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുറേ സംശയങ്ങൾ ഇനിയും ദൂരീകരിക്കാനുണ്ട് കുടുംബത്തിന്. ഇതിലൊക്കെ ഒരു വ്യക്തത നൽകുന്നുണ്ടോ കുടുംബത്തിന് പോലീസ്? ആ കാര്യങ്ങളിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്താൻ അഖിൽ സജീവ്, അമ്മുവിൻ്റെ സഹോദരൻ, അദ്ദേഹം ലോ കോളേജിലെ അധ്യാപകനാണ് ചെന്നൈയിൽ. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, 3 പേരെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ മുതൽ അഖിൽ തന്നെ ഉന്നയിച്ച ഒരു ആരോപണമാണ് സഹോദരിക്ക് ഇങ്ങനെ ഉയരത്തിലേക്ക് കയറാൻ പേടിയുണ്ടായിരുന്നുവെന്ന്. ആ കാര്യങ്ങളടക്കം പോലീസിനെ നിങ്ങൾ അറിയിച്ചിരുന്നു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും പിന്നീട് ഉണ്ടാകുന്ന ഒരു ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ നിങ്ങളോട് എന്തെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ CS SI എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ അമ്മുവിൻ്റെ ഫോണെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കാര്യം അമ്മുവിൻ്റെ ഫോണിൻ്റെ ലോക്ക് വെച്ച് അമ്മു എപ്പോഴും ഫോണിൽ ലോക്ക് വെക്കുന്നതായിരുന്നു. അത് എനിക്കും അറിയാം, അതുപോലെ തന്നെ എൻ്റെ വൈഫിനും അറിയാം. അപ്പം അത് ഫോൺ എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ആദ്യമേ അതിൻ്റെ ലോക്കെല്ലാം മാറ്റി വെച്ചിരുന്നു. അത്
പോലീസിൻ്റെ സാറിനോട് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയപ്പോൾ അങ്ങനെയായിരുന്നു തന്നെയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഴുതിയ ഒരു കാര്യം അമ്മു എഴുതിയെന്ന് പറഞ്ഞിട്ട് അത് അമ്മു എഴുതിയതല്ല. കാരണം ഇവിടുന്ന് എഴുതിയ ഞാനിപ്പം അമ്മുവിൻ്റെ പഴയ ഈ BSc നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് ഞാൻ പോയ സമയത്ത് അമ്മുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞൊരു അങ്ങനെ ഒരു സ്റ്റൈൽ പോലെയാണ് ഹാൻഡ് റൈറ്റിംഗിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതിനകത്ത് എഴുതി വെച്ചിരുന്നത്. പക്ഷേ അത് അമ്മുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കുട്ടികൾ ആ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരിതിനു മുമ്പ് എന്താ പറയുക അവരുടെ പഴയ കംപ്ലയിൻസും അതുപോലെ ബാക്കിയുള്ള അതിൻ്റെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേപ്പേഴ്സായിട്ട് അവർ അടുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഹമ്മു ആണെന്നെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഓരോ പ്രാവശ്യവും അവർ ഇല്ലാത്ത കുറ്റത്തിനെല്ലാം ചുമ്മാ പറയുന്നു, കളിയാക്കുന്നു, അതിലൊരു കുട്ടി അടിക്കാൻ വന്നു എന്നുള്ള കാര്യം ഇതെല്ലാം എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഈ അഖിൽ അടക്കം മുമ്പോട്ട് വെച്ച ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇപ്പം ഒരാഴ്ച പിന്നിടുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ഫൈൻഡിങ്സിലേക്ക് ഇതിനോടകം എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? അങ്ങനെ ഉണ്ടായെന്നാണ് പറഞ്ഞത്. അത് കൂടുതലായിട്ടും നമുക്ക് അതിനുള്ള മാനസികാവസ്ഥ എല്ലാത്തുകൊണ്ടും അതുപോലെ തന്നെ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ന് പെട്ടെന്ന് തന്നെ ഇതാക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പോലീസുകാർ പറയുന്നത് അല്ലെങ്കിൽ ആ സാറന്മാർ പറയുന്നതെല്ലാം ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെയാണ് അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ നിയമങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണയുള്ള വ്യക്തി കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. മനസ്സിലായി. അപ്പോഴേക്കും അമ്മുവിൻ്റെ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ തെളിവുകളെല്ലാം വെച്ചിട്ട് അവരെ ഉറപ്പായിട്ടും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്നും നാളെയായിട്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത്രയും ഇതാക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും അതുപോലെ തന്നെ ഭയങ്കര സമാധാനവും എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. പോകുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. ഡാനി, ആത്മഹത്യാ പ്രേരണയാണ് ചുമത്തിയത്. അതിൽ ആ വകുപ്പിൽ മാത്രം ഒതുങ്ങണമെന്നുള്ളതാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. അവർ എന്താണ് പറയുന്നത്? അതിൽ അവർ തൃപ്തരാണോ? നിലവിൽ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഈ 3 പേർക്കുമെതിരെ, ഈ അറസ്റ്റിലായിരിക്കുന്ന 3 പേർക്കുമെതിരെ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം കുടുംബത്തിനുണ്ടോ ഈ കാര്യത്തിൽ? ഉണ്ട്. കാരണം ഇപ്പോൾ ആത്മഹത്യ പ്രേരണ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇപ്പം FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഇതിനകത്ത് വന്നിരിക്കുന്നതാണ് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ അബ്ലിമെൻ്റ് ഓഫ് സൂസൈഡ്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള തുടർന്ന് അന്വേഷണങ്ങളിൽ ഇത് ഉറപ്പിടും തെളിയും അതൊരു കൊലപാതകമായിരുന്നു എന്ന്. കാരണം ആദ്യം വന്ന സമയത്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ ബാക്കിയെല്ലാം വെച്ചിട്ട് അബ്ലിമെൻ്റ് ഓഫ് സൂസൈഡിൽ വരും. അത് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്ത് അതൊരു മോഡലിലോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു മർഡറിലേക്ക് വരും. അപ്പോൾ ഈ അന്വേഷണത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പം മറ്റെന്തെങ്കിലും തെളിവുകൾ നിങ്ങളെ കൈമാറുകയോ അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ട്? കാരണം ആദ്യത്തെ കാര്യം ഇവരുടെ അമ്മുവിൻ്റെ പഴയ മലയാളത്തിൽ എഴുതിയിട്ടുള്ളതും അതുപോലെ മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള എല്ലാ ഹാൻഡ് റൈറ്റിങ്സും എല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലും ഈ ഫോണിൻ്റെ കാര്യത്തിലായാലും അവർ കൂടുതലായിട്ട് നോക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ, അതായത് ഈ അമ്മു ഈ പരാതികൾ ഉന്നയിച്ചിരുന്ന സമയത്തും ഇങ്ങനെയൊരു അസ്വാഭാവികമായ സംഭവം അപകടം പറ്റിയതിന് ശേഷവും കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച ബോധപൂർവ്വം സംഭവിച്ചതാണ്, അങ്ങനെയാണോ നിങ്ങൾ ഇപ്പോഴും കരുതുന്നത്? ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം ഒന്നത്തെ കാര്യം പ്രിൻസിപ്പൽ സാർ വന്നിട്ട് ഇവിടെ ആദ്യത്തെ അമ്മുവിനെ കൊണ്ടുവന്ന ദിവസം ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കള്ളത്തരമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള വാർഡൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്നിട്ട് ശ്രീകാര്യത്തെ കാര്യവും അതുപോലെ എല്ലാ കാര്യങ്ങളും കള്ളത്തരം തന്നെയാണ്. എന്തോന്ന് മൂടി വയ്ക്കാം, അറസ്റ്റ് വയ്ക്കാമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്തരത്തിലാണ് ഈ കുടുംബത്തിൻ്റെ പ്രതികരണം. നീതി കിട്ടും അന്വേഷണത്തിൽ എന്നൊരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്. ഡാൻ കുര്യനാണ്. അമ്മുവിൻ്റെ വീട് ഐരൂപ്പാറയാണ്. അവിടെ നിന്നാണ് ഡാൻ തത്സമയം ചേർന്ന അമ്മുവിൻ്റെ അച്ഛൻ ഒപ്പം സഹോദരനാണ് രണ്ടുപേരും പ്രതികരിച്ചത്. അവർ അത് കൊലപാതകമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു ആത്മഹത്യ അത് അസാധ്യമാണ്, അമ്മുവിൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകില്ല എന്ന് അവർ കരുതുകയാണ്, വിശ്വസിക്കുകയും ചെയ്യുകയാണ്. എന്നാലും അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങളിൽ അവർ തൃപ്തരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.